ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എബൌട്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എബൌട്ട് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടു എന്നിങ്ങനെ പറയാം. ഐ ഹേർഡ് എബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുക, ദാറ്റ് പറഞ്ഞാൽ അത്, ഇൻസിഡൻറ്റ് പറഞ്ഞാൽ സംഭവം, എബൌട്ട് പറഞ്ഞാൽ കുറിച്ച്. ഐ ഹേർഡ് എബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ആ സംഭവത്തെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. ദേ എന്ന് പറഞ്ഞാൽ അവർ, ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ടോക്കിംഗ് എന്ന് പറയുക. അവർ ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നെങ്ങനെ പറയുക? ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. ദേ എന്ന് പറഞ്ഞാൽ അവർ, സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, ടോക്കിംഗ് സംസാരിക്കുക. അവർ ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. അവർ ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതേക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാം. ദേ ഡോണ്ട് നോ എനിത്തിങ് എബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. എനിത്തിങ് പറഞ്ഞാൽ ഒന്നും. ദേ ഡോണ്ട് നോ എനിത്തിങ് എബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. അപ്പോഴാണ് അവർ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. ദേ ഓൺലി ഫൗണ്ട് ഔട്ട് എബൌട്ട് ദ ഇൻസിഡൻറ്റ് വെൻ ഐ ടോൾഡ് ദം. ഞാൻ പറയുമ്പോഴാണ് അവർ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. ദേ ഓൺലി ഫൗണ്ട് ഔട്ട് എബൌട്ട് ദ ഇൻസിഡൻറ്റ് വെൻ ഐ ടോൾഡ് ദം. ഞാൻ പറയുമ്പോഴാണ് അവർ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ദേ വേർ ഷോക്ക്ഡ് വെൻ ദേ ഹേർഡ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ദേ വേർ ഷോക്ക്ഡ് വെൻ ദേ ഹേർഡ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാം. വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്. അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ആർ ദേ ടോക്കിംഗ് എബൌട്ട്. അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് കേട്ടു. ദേ ഹേർഡ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് കേട്ടു. ദേ ഹേർഡ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് കേട്ടു. അതിനെക്കുറിച്ച് എഴുതി എന്നെങ്ങനെ പറയാം. ദേ റോട്ട് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് എഴുതി. റൈറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് റോട്ട്. എഴുതി എന്നുള്ള അർത്ഥം വരും കേട്ടോ. ദേ റോട്ട് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് എഴുതി. അതിനെക്കുറിച്ച് പറഞ്ഞു എന്നിങ്ങനെ പറയാം. ദേ സെഡ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പറഞ്ഞു. ദേ സെഡ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പറഞ്ഞു. സെഡ് പറയാ, പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് സെഡിന് വരുന്നത് കേട്ടോ. കുറിച്ച് പാടി എന്നിങ്ങനെ പറയാം. ദേ സാങ് എബൌട്ട് ഇറ്റ്. സിങ് പറഞ്ഞാൽ പാടുക, സാങ് പറഞ്ഞാൽ പാടി. ദേ സാങ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പാടി. ദേ സാങ് എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പാടി. പഠിച്ചു എന്നിങ്ങനെ പറയാം. ദേ ലേൺ എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പഠിച്ചു. ലേൺ പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദേ ലേൺ എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പഠിച്ചു. അവർ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കി എന്നിങ്ങനെ പറയാം. ദേ മെയ്ഡ് അപ്പ് എ സ്റ്റോറി എബൌട്ട് ഇറ്റ്. അവർ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കി. മേഡപ്പ് പറഞ്ഞാൽ ഉണ്ടാക്കുക, സ്റ്റോറി പറഞ്ഞാൽ കഥ. ദേ മേഡപ്പ് എ സ്റ്റോറി എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് ഒരു കഥ ഉണ്ടാക്കി. കുറിച്ച് കേൾക്കാൻ ആകാംക്ഷാഭരിതരായി. ദേ വർ ഓവർജോയ്ഡ് ഹിയർ എബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് കേൾക്കാൻ ആകാംക്ഷ ഭരിതരായി. They were
ഓവർജോയ്ഡ്. ഓവർജോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാംക്ഷാഭരിതരാവുക. ഹിയർ അബൌട്ട് ഇറ്റ്. ദേ വേർ ഓവർജോയ്ഡ് ഹിയർ അബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് കേൾക്കാൻ ആകാംക്ഷാഭരിതരായി. അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു എന്നെങ്ങനെ പറയാം? ദേ ട്രൈഡ് ടു ലേൺ അബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ദേ ട്രൈഡ് പറഞ്ഞാൽ ശ്രമിക്കുക. ദേ ട്രൈഡ് ടു ലേൺ അബൌട്ട് ഇറ്റ്. അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഒന്ന് എബൌട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറിച്ച് എന്നുള്ള ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എബൌട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്ത് അത് ലൈഫിൽ പകർത്താൻ ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഓക്കേ, ബൈ.